PSC കോഴ ആരോപണത്തിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. കോഴിക്കോട് DCCയുടെ നേതൃത്വത്തിൽ മഫ്യൂസൽ ബസ് സ്റ്റാൻഡിൽ ജനകീയ വിചാരണ നടത്തും. മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ മാഫിയ ബന്ധം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ജനകീയ വിചാരണ. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് വിവരങ്ങളും അയച്ചിരുന്നു. മിഥില, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഈ ഒരു വിഷയത്തിൽ വലിയ പ്രതിഷേധമാണ് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ നടക്കാൻ പോകുന്നത്. രാവിലെ 9:30 പുതിയ ബസ് സ്റ്റാൻഡിലാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനകീയ വിചാരണ നടക്കുന്നത്. ഈ ഒരു PSC കോഴ ആരോപണത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പങ്ക് എന്ത് എന്നത് അന്വേഷിക്കണമെന്നാണ് ഈ ജനകീയ വിചാരണ കൊണ്ട് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. അതേസമയം തന്നെ 10 മണിക്ക് BJPയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കലക്ട്രേറ്റിലേക്ക് മാർച്ചുണ്ട്. വൈകിട്ട് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ജനകീയ വിചാരണയുണ്ട്. ഇതാണ് 3 പ്രതിഷേധ പരിപാടി ഇന്ന് കോഴിക്കോട് നടക്കാനുള്ളത്. മറ്റൊന്ന്, ഈ ഒരു വിഷയത്തിൽ പ്രമോദ് കോട്ടൂളി ഇന്ന് കമ്മീഷണർക്ക് പരാതി നൽകും. ഈ കോഴ ആരോപണത്തിൽ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടാണ് പ്രമോദ് കോട്ടൂളി കമ്മീഷണറെ സമീപിക്കുക. എന്തായാലും അത് 11 മണിക്ക് ശേഷമായിരിക്കും കമ്മീഷണർ ഓഫീസിൽ പ്രമോദ് കോട്ടൂളി എത്തുക എന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും തന്റെ കൈവശമുണ്ട്. ഈ തെളിവുകൾ സഹിതമായിരിക്കും കമ്മീഷണർക്ക് പരാതി നൽകുക എന്ന് ഇന്നലെ പ്രമോദ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊരു കാര്യം, പ്രമോദ് 22 ലക്ഷം രൂപ കോഴ വാങ്ങി എന്ന് പറയുന്ന പരാതിക്കാരനായ ശ്രീജിത്ത് ഈ ഒരു ആരോപണം നിഷേധിച്ചിട്ടുണ്ട്. തന്റെ കയ്യിൽ നിന്നും പ്രമോദ് പണം വാങ്ങിയിട്ടില്ല. മാത്രമല്ല, ഇത്തരത്തിൽ കോഴ നൽകി ഒരു പദവി വാങ്ങേണ്ട ആവശ്യം തന്റെ കുടുംബത്തിനില്ല എന്നും ശ്രീജിത്ത് ഇന്നലെ 24നോട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്തുതന്നെയായാലും ഈ ഒരു വിഷയം CPM നടപടിയിൽ അവസാനിക്കുന്നില്ല. അത് പ്രതിപക്ഷ പാർട്ടികൾ ഏറ്റെടുത്തിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ അരങ്ങേറാനിരിക്കുന്നത്.